പിണറായി വിജയനും ബാലഗോപാലിനും ഒന്നും ഒരു 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 റോളും ഇല്ലാത്ത അവസ്ഥ. അങ്ങനെ ഉണ്ടാവില്ല ചില സിനിമകളിൽ ചില ആളുകൾ വെറും സൈഡ് റോളിൽ ഒരു ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ഡയലോഗ് പോലും ഇല്ലാത്ത ആളുകളെ കണ്ടില്ലേ? ചില നടന്മാർ ചില സിനിമകളിൽ കണ്ടില്ലേ? അതുപോലെയാണ് നിയമസഭയിൽ ചെന്നാൽ പിണറായി വിജയന്റെയും ബാലഗോപാലിന്റെയും അവസ്ഥ. ഒരു റോളില്ല, ഒരു റോളില്ല. അങ്ങനെ കൂട്ടത്തിൽ വരിക പോകുക എന്നല്ലാതെ ഒരു ഡയലോഗ് പോലും പറയാൻ പറ്റുന്നില്ല. എന്നാൽ പത്രസമ്മേളനത്തിൽ വന്ന മൈരളിക്കാരനും ദേശാഭിമാനി എന്ന് പറയുന്ന മഞ്ഞപ്പത്രത്തിനും എന്താ പണി? ഒരു പണിയുമില്ല. ഒരു ചോദ്യം ചോദിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം അമ്മാതിരി അണ്ണാക്കിൽ കയറി പൊട്ടിക്കലാ സതീശൻ പൊട്ടിച്ചോണ്ടിരിക്കുന്നേ. അപ്പൊ ഇത് കാണുമ്പോൾ കുറെ ആളുകൾക്ക് ഹാലിളക്കാണ്. ഞാൻ പറയുന്നത് ഈ സ്വകാര്യവൽക്കരണമൊക്കെ ഗവൺമെന്റ് കൺട്രോളിൽ സ്വകാര്യവൽക്കരണമൊക്കെ നടപ്പിലാക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. കേരളത്തില് സ്വകാര്യ ഇൻവെസ്റ്റ്മെന്റുകൾ വന്നാലേ ഇതൊക്കെ നടപ്പിലാവുള്ളൂ. അല്ലാതെ ഈ പറയുന്ന സർക്കാരിൻ്റെ എന്ന് പറഞ്ഞിട്ട് കമ്പനികൾ തുടങ്ങുക, പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടങ്ങുക, എന്നിട്ട് നഷ്ടത്തിൽ ഓടിക്കുക, എന്നിട്ട് ആ നഷ്ടം നികത്താൻ വേണ്ടി പൊതുഖജനാവിൽ നിന്ന് നികുതി കൊടുക്കുന്ന പണം കൊടുത്തിട്ട് തുടങ്ങുന്നത് ക്യാപിറ്റൽ എവിടുന്ന? പൊതുഖജനാവിൽ നിന്ന്. ക്യാപിറ്റലും പൊതുഖജനാവിൽ നിന്ന്, വർക്കിംഗ് ക്യാപിറ്റലും പൊതുഖജനാവിൽ നിന്ന്, അവസാനം നഷ്ടം നികത്തുവാനുള്ള ഫണ്ടും പൊതുഖജനാവിൽ നിന്ന്. അങ്ങനെ കുറെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇങ്ങനെ പോറ്റി തീറ്റി വളർത്തിയിട്ട് കുറെ പേര് ശമ്പളം വാങ്ങി നക്കിയിട്ട് എന്താ കാര്യം? എന്ത് കാര്യമുള്ളത്? അറ്റ്ലീസ്റ്റ് ഈ ശമ്പളം വാങ്ങുന്നവർക്ക് ഒരു ആത്മാർത്ഥത വേണ്ടേ? ഇവന്മാര് വാങ്ങുന്ന ശമ്പളം, ഇവന്മാര് ജോലി എടുക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് ആ ശമ്പളം ഉണ്ടാക്കാനുള്ള പണിയെങ്കിലും എടുക്കണ്ടേ? അപ്പൊ അവിടെ കൃത്യമായിട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വരണം, സ്വകാര്യ മേഖല വരണം. എന്നാലേ നാട് വികസിക്കുള്ളൂ. അപ്പോഴേ അക്കൗണ്ടബിലിറ്റിയും കമ്മിറ്റ്മെന്റും റെസ്പോൺസിബിലിറ്റിയും ഒക്കെ ഉണ്ടാവുള്ളൂ. ഇതില്ലാത്ത കാലത്തോളം ഒരുത്തനും ഒരു കമ്മിറ്റ്മെന്റും ഇല്ല, ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല, ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. തോന്നും വിധം എന്ന രീതിയിൽ അത് പോരാ. നമ്മുടെ നാട്ടിൽ വരും തലമുറ ഈ കാണുന്നതൊന്നും, വരും തലമുറയുടെ സ്വപ്നങ്ങളൊന്നും ഈ പറയുന്ന പിണറായി വിജയനൊന്നും മണക്കോട്ട കിട്ടിയാലും കണ്ടെത്താൻ കഴിയാത്ത സ്വപ്നങ്ങളാണ്. അവര് ഈ പറയുന്ന 1000, 2000, 3000, 10,000, 15,000, 50,000, 1,00,000 അവർ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അവര് മാക്സിമം ഏണിങ്സ് ഉണ്ടാക്കുന്ന എന്താണ് പരിപാടി, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ തലമുറ പണിയെടുക്കുന്നത്. ഈ ഊമ്പിയ ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ടല്ല, നല്ല ലാർവിഷ് ലൈഫ്, ആഡംബരപൂർണമായ ജീവിതത്തിന് വേണ്ടി അവർ പണിയെടുക്കുന്നത്. അപ്പൊ അവിടെ ഈ പറയുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൊണ്ടുവരിക, എന്നിട്ട് ബാക്കിയുള്ളവന് ഇവിടുന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ സാധാരണക്കാരൻ ഒരു മൊബൈൽ ഫോൺ വാങ്ങുമെന്ന് കരുതുക, നിങ്ങൾ ഒരൊറ്റ മൊബൈൽ ഫോൺ വാങ്ങുമെന്ന് കരുതുക,